അത് ചെയ്യാനായിട്ട് ഈ സിമിറ്റേരിയിൽ പോയിട്ട് വെളുപ്പിനെ പോയിട്ട് സിമിറ്റേരിയിൽ പോയിരിക്കണം. അപ്പോൾ ഈ 4 സൈഡും പലക വെച്ച് മണലിട്ട് അത് വെച്ചതിന് ശേഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചത് ഈ കല്ലുപ്പ് മേടിച്ചിട്ട് അതിൽ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് ജീസസ് ക്രൈസ്റ്റ് പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഗെക്സമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാർപ്പറ്റ് ഇട്ട പോലെ തന്നെ ഞാൻ ചെയ്യും. സിമിട്രിയിൽ ഈ സിമിട്രിയിൽ പോയി നിൽക്കാൻ നേരത്ത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പല്ല്, ഈ പുഴുക്കൾ, ഈ പത്തവാരിയൽ, ഇതെല്ലാം ഈ മരിച്ച ഇതിലല്ലേ പോയി നിന്ന് ഈ പണിയെടുക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞാനിത് നീറ്റായിട്ട് അത് കൽപ്പണി അറിയാവുന്നതുകൊണ്ട് ഈ മെയ്സൻ്റെ പണിക്ക് പോയതുകൊണ്ട് വെള്ളമൊക്കെ നനച്ച് വെള്ളമൊക്കെ അടുത്ത പറമ്പിൽ പോയി വെട്ടിക്കൊണ്ട് അതിനകത്ത് കുറേ പുഴുക്കളുണ്ടാവും, അടുത്ത മാംസത്തിൽ വെട്ടിക്കൊണ്ട്. ബാക്കി എല്ലാ അന്യദേശക്കാർ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് പോകുന്നു. അവരുടെ ഇടയിൽ PR ജൂഡ്സൺ, കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന ജൂഡ്സൺ ആ ബോർഡിലിരുന്ന് കറങ്ങുന്ന കസേരയിലിരുന്ന് ലോകത്തെ വീക്ഷിക്കുന്നു. തോന്നിയത് കുറച്ച് നേരം പോയി നിലവിളിച്ച് കരയണം. നേരെ ബാത്റൂമിൽ പോയി വാതിലടിച്ച് പൊട്ടിക്കരഞ്ഞാൽ നിലവിളിച്ച് കരഞ്ഞു. കാര്യം ഞാൻ സ്വപ്നത്തിലാണോ? നമുക്ക് ഈ ഓക്സൈഡ് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഒന്നെങ്കിൽ ഉപ്പ്, അല്ലെങ്കിൽ പായസമുള്ള വീട്ടിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പായസം കുടിക്കാനുള്ള സന്തോഷമല്ല, ഈ പിഴിവീര എന്ന് പറഞ്ഞ സാധനമുണ്ട്. പീര പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ വേസ്റ്റ് പീരയിലേക്ക് ഓക്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കയറുന്നത് ഭയങ്കര രസമാണ്. അതിൻ്റെ നിറങ്ങൾ മാറുന്നത്. ആ നിറങ്ങൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം മേരി മാതാവ് ഉണ്ണിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇതാണ് കാർപ്പറ്റ് ഇട്ട പോലെ ഇരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ സൂര്യൻ്റെ കൂടി വെളിച്ചം വരുമ്പോൾ തിളങ്ങുന്നുണ്ട്. ഉപ്പാണെങ്കിൽ വേറൊരു ഗുണമെന്ന് വെച്ചാൽ പഴയ ആ കൊലശ്ശേരി കൊണ്ട് തല്ലി അത് നീറ്റാക്കി വെച്ചിട്ട്. സാറേ, സാറിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്വിസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ ട്വിസ്റ്റ്? എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതത്തിൽ 3-4 കാലഘട്ടങ്ങളാണ് എനിക്ക് ഖത്തറിലുണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ അപകടം, ഒന്ന് യുദ്ധം, ഒന്ന് ജയിൽവാസം, ഒന്ന് തിരിച്ചുപോക്ക്. ഈ 4 ഘട്ടങ്ങളിൽ എൻ്റെ പഠനങ്ങളെല്ലാം നടന്നത് ഈ 3.5-4 വർഷത്തിൻ്റെ ഇടയിൽ തന്നെയാണ്. ഇതാണോ സാറേ, ഇതിലൂടെയാണോ ട്വിസ്റ്റ്? ഇതിലൂടെയാണ് ട്വിസ്റ്റ്. അതിൽ ആദ്യം ഞാൻ ഈ സ്റ്റുഡിയോ വർക്ക് പഠിക്കാനുള്ള ഒരു ശ്രമം ഞാൻ ശ്രമിച്ചതിൻ്റെ അടയാളത്തിൽ എനിക്കവിടെ ഞാൻ അൽറിയാൻ എന്നുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് റിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുപോയ അറബിക്കൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതും ഒരു പിലിപ്പ് തന്നെയായിരുന്നു അതിൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ അറബി തന്നെ 500 റിയാൽ അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടാണ് പണി പഠിക്കാൻ എന്നെ വിട്ടത്. അവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ എന്നിലുണ്ട് ഈ വരക്കുന്നുള്ള കഴിവുള്ള. അങ്ങനെ ഞാനവിടെ വർക്ക് ചെയ്തു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കളർ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത് കൂടുതലും എന്നെ അട്രാക്ഷൻ ആക്കിയത്. അവിടെ ഈ വരയുടെ ലോകമാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കറുത്ത അറബികളുടെയൊക്കെ പടങ്ങളൊക്കെ നല്ല സുന്ദരന്മാരാക്കിയിട്ട് ഓയിൽ കളർ ചെയ്തിട്ട് കൈകൊണ്ടും ഇതുകൊണ്ടൊക്കെ ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു മെത്തേഡാണ്. അപ്പോൾ അവിടെ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, വളരെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഞാനവിടെ നോർമൽ ലൈഫിലേക്ക് വന്നു. ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പണി പഠിച്ചു. കാര്യം നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് രക്ഷാകവചമാണല്ലോ, എവിടെയും നമ്മുടെ ചിന്ത രക്ഷപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ പണി പഠിച്ച് ഒരു ഏതാണ്ട് 1.5 മാസമൊക്കെ ആയപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഫോട്ടോഗ്രാഫറായി. തിരിച്ച് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അൽറിയാൻ എന്നുള്ള സ്ഥലത്തേക്ക് വിജയശ്രീലിതനായി തിരിച്ച് ഫോട്ടോഗ്രാഫറായിട്ട് ചെല്ലുന്ന അതിന് 2 ദിവസത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ആകുന്നതാണ്. ഞാൻ വൈകുന്നേരം റൊട്ടി മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഒരു GMC വണ്ടി വന്ന് എന്നെ ഇടിച്ചിട്ട് പോയി. എൻ്റെ ഈ കാല് 2 കഷ്ണോട്ട് ഒടിഞ്ഞ്, ഈ മുറിവ്, തലക്കൊരു 12 സ്റ്റിച്ച്. എൻ്റെ ഈ താഴത്ത് ഇടിച്ച് വണ്ടി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അത് GMC എന്ന് പറയാൻ കാര്യം ആ വണ്ടി പവർ ബ്രേക്ക് ആയതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ചവിട്ടി എന്നെ നിലത്തോടി വലിച്ചിട്ടാണ് മുമ്പിലേക്ക് കൊണ്ടുപോയത്. ഒരു മരണം തന്നെയായിരുന്നു. എല്ലാവരും പേടിച്ചിരുന്നു. ഒരു മലയാളി വണ്ടി ഇടിച്ച് മരിച്ചെന്നുള്ളതാണ് അന്ന് ഞങ്ങൾ ആ പരിസരത്തൊക്കെ അറിഞ്ഞതെന്ന് പിന്നീട് പറയും. എനിക്കത് ഓർമ്മയില്ല എങ്ങനെയാണ് വണ്ടി ഇടിച്ചതെന്നൊക്കെ. ഞാൻ റൊട്ടി മേടിക്കാൻ കുബൂസ് മേടിക്കാൻ പോയിട്ട് വന്ന വഴിക്കാണ്. അങ്ങനെ ഞാൻ ഒരു 28 ദിവസത്തോളം അഹമ്മദ് ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നിന്ന് തിരിച്ച് ഞാൻ അറബിയുടെ വീട്ടിലേക്ക് തന്നെ വന്നു. അറബിയുടെ അതിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. അവിടെ തിരിച്ചു വന്നതിന് ശേഷം ഒരാഴ്ചയൊന്നും എനിക്ക് ഞങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഡ്രൈവർ എന്ന് പറഞ്ഞ ആൾ വളരെ നല്ലൊരാളായതുകൊണ്ട് എനിക്ക് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഞാൻ ചെറിയ പ്രായവും കൂടിയാണല്ലോ, എനിക്ക് 23 വയസ്സൊക്കെയാണ് അന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് മെല്ലെ നടന്ന് ആദ്യ ദിവസങ്ങളിലൊക്കെ അവൻ എന്നെ പിക്കപ്പിൽ കൊണ്ടാക്കി തരുമായിരുന്നു. പിന്നീട് മെല്ലെ വടി കുത്തി പിടിച്ച് സ്റ്റുഡിയോയിൽ വരികയും പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെയായി. കാര്യം പ്രിൻ്റ് അടിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ ആ ഡെവലപ്പറിൻ്റെയൊക്കെ സ്മെല്ല് കൊണ്ട് ഞാൻ തലകറങ്ങി വീണ്. അങ്ങനെ 2 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി വന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ആരും ഒന്നും എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ രാജൻ നായരും തിരിച്ചുവിടാനായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം കാലത്ത് എന്നോട് അവിടുത്തെ ഡ്രൈവർ കിഷോർ
എന്നോട് പറഞ്ഞ് ഇന്ന് നിനക്ക് ടിക്കറ്റ് ആടാ, നാട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോടാന്ന് പറഞ്ഞൊരു മാപ്പിളപ്പാട്ടിൻ്റെ ടോണിൽ അറബി. അങ്ങനെ അവൻ അറബി ഉണ്ടായിരുന്ന ആ സമയത്ത് അവൻ ആ സെക്കൻഡിൽ അറിയുന്ന എന്നെ ക്യാൻസൽ ചെയ്യണേണ് വൈകുന്നേരം ടിക്കറ്റാണെന്ന്. അപ്പോൾ അവൻ എന്നെ അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ അവനത് ബുദ്ധിമുട്ടാവില്ലേ എന്നോട് മലയാളത്തിൽ നിലനിൽപ്പ്, ഒരു പാട്ട് രൂപത്തിൽ അറബിക്കൊന്നും മനസ്സിലായില്ല. അവൻ കാര്യം കയറും. ഇതാർന്ന് എൻ്റെ അടുത്ത ടേണി. ഞാൻ അവിടെ നിന്ന് ഞാൻ പഠിച്ചപ്പോൾ കിട്ടിയ 175 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് വരച്ച് കിട്ടിയേക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ഉടുവസ്ത്രം മാത്രം എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് റിയാൽ ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ അവിടെ നിന്ന് അൽറിയാൻ സ്ഥലത്തുനിന്ന് ദോഹയിലേക്ക്. അപ്പോൾ എനിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിരുന്നു, നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ജോൺസൺ എന്ന് പറഞ്ഞ ഗ്യാസ് നടത്തുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു, ഗ്യാസ് ഷോപ്പ്. അങ്ങനെ അങ്ങോട്ട് ആ അഡ്രസ്സ് വെച്ച് യാത്രയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഈ ചാടിപ്പോരുക എന്ന് പറയും, ഈ എസ്കേപ്പ് ചെയ്യണ വിസക്കാരനാണല്ലോ. അപ്പോൾ അത് ഡേഞ്ചറാണ്. അത് വലിയ വിസയാണ്. അവിടെ ചാട്ടക്കാരെന്ന് പറയുമായിരുന്നു ഖത്തറിൽ. ഇവിടെ വന്നപ്പോൾ വലിയ വിസയാണ്. അങ്ങനെ ഞാൻ അവിടെ ഒരു ജെഫ്രി എന്ന് പറഞ്ഞ ഡ്രൈവർ വരുമായിരുന്നു, ടാക്സി. അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവനെനിക്ക് ഭക്ഷണം മേടിച്ച് തന്നു. ഞാനന്ന് താമസിച്ചു. പിറ്റേ ദിവസം ആ റൂമിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് കളയണം, അല്ലെങ്കിൽ അവർ റൂം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തെരുവിലേക്ക് ഇറക്കപ്പെട്ടു. അതിൻ്റെ കാരണം കല്ലുവല്ലി വിസ. അങ്ങനെ തെരുവിൽ 1-2 ആഴ്ചയോളം ഞാൻ അങ്ങനെ നടന്നിരുന്നു. എപ്പോഴും ഒരു ഹാജിയാരുടെ ഹോട്ടലിൽ പോയിട്ട് വൈകുന്നേരം നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞ് അവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ 1 മാസം ജോലിക്ക് നിന്നു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഹാജിയാരുടെ ഒരു സഹായം ഉണ്ടായി. മലപ്പുറത്തുള്ള എന്നും നന്ദിയോടെ ഓർക്കുന്നു. എന്നെ ആദ്യമായി പാകിസ്ഥാനിയാണ് എന്നെ ദോഹയിൽ കൊണ്ടാക്കുന്നത്. ഞാൻ വണ്ടിക്കകത്തിരുന്ന് കരയണം. എനിക്ക് ഭാഷ ഒന്നും അറിയില്ല. ആ കരയണ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു എന്താ നീ കരയണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിസ നയ്യേ അറിയാവുന്ന 3-4 ഹിന്ദിയിൽ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അവനെ കാശ് മേടിച്ചില്ല. അപ്പം ഞാൻ ദൈവങ്ങളെ കണ്ടുമുട്ടിയതാണ്. ഈശ്വരന്മാരെന്ന് നമ്മൾ പറയില്ലേ, നമുക്കെല്ലാം അന്യദേശക്കാരൻ പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ആശയം എന്താണ്? അവൻ്റെ ദയ ആ വെച്ച്. ഇതിലെങ്ങനെയാണ് സാറേ സാറിന് യുദ്ധത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത്? ഞാൻ ഇവിടെ വർക്ക് ഞാൻ പഠിച്ച് തിരിച്ചു ചെന്നു. ഞാൻ വീണ്ടും എന്നെ പിന്നെ അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഈ എൻ്റെ നാട്ടുകാരനായ വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി ഞാൻ താമസിക്കുന്നു, ജോലി അന്വേഷിക്കുന്നു, എവിടെയെങ്കിലും ജോലിക്ക് കയറണം. ജോലി അന്വേഷിച്ചാണ് ആടുജീവിതത്തിൻ്റെ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരു 6 മാസം ജോലിക്ക് ഞാൻ പോകപ്പെടുന്നു. മന്ദക്കസനയിൽ നിന്ന് ഒരു 100 കിലോമീറ്ററോളം ദൂരെയുള്ള സ്ഥലത്ത് ആടിനെയും ഒട്ടകത്തിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. 4-5 ജോലിക്കാരുണ്ട്. അതിലൊരു ജോലിക്കാരുണ്ട്. കല്ലുവല്ലി വിസ ചെയ്തുകൊണ്ട് എല്ലാവരും എന്നോട് ഉപദേശിച്ച് തന്നത് അവിടെ നിന്ന് കടം വീടിയിട്ട്, അപ്പോൾ 400 റിയാൽ ശമ്പളത്തിന് എനിക്ക് അവിടെ ജോലി കിട്ടണതാണ്. ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം. അപ്പം ഇപ്പം നമ്മൾ ആടുജീവിതം എന്നുള്ള സ്റ്റോറിയുടെ യാദൃശ്യമാണ് ആ കഥാപാത്രം അവിടെ ചെന്ന് വിടുന്നത്. നമ്മൾ സ്വയം വരിക്കുകയാണ്, നമ്മൾ സ്വയം ഉൾക്കൊള്ളിയാണ് ആ ജോലി, അറിഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ്. സാർ, എന്നിട്ട് ഈ അപകടം മൂലം കുറേ ശാരീരിക ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു യാതന എന്ന് പറയുന്നത് കഠിനമായ യാതനയാണ്. അതിന് തരണം ചെയ്യാനുള്ള, പക്ഷെ എവിടെയോ ഒരു തരിമ്പ് വെളിച്ചം എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു അഹങ്കാരമായിരിക്കാം, ഞാൻ ഇങ്ങനെ ആകാൻ വേണ്ടി കണ്ടെന്നല്ല. പക്ഷേ ഒരു പ്രത്യാശ എവിടെയോ തിളക്കം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം എൻ്റെ കയ്യിൽ പേപ്പറുകളുണ്ടാവും. അത് വെച്ച് അവിടെ ഇരുന്ന് വരച്ചു. ഷെയ്ഖ് ഖലീഫിനെ വരച്ചപ്പോൾ അവിടെ ആഴ്ചയിൽ 2 ആഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മധുരമായ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഭക്ഷണത്തിനെ പറ്റി എന്നും ഞാൻ പറയാറുണ്ട്. ഉണങ്ങിയ റൊട്ടി, കൊബൂസ് നനച്ചതിന് ശേഷം ഉപ്പും മുളകും അത് പൊളിച്ചിട്ട് അതിൻ്റെ അടുത്ത് പുരട്ടിയിട്ട് സാൻഡ്വിച്ച് പോലെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്ഥിരം ഭക്ഷണം അതായിരുന്നു. ഈ ഉപ്പും മുളകും തേച്ച ഗുബൂസായിരുന്നു, ഉണങ്ങിയ ഗുബൂസായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല ചൂടത്താണ് അവിടെ ചോദിച്ചു. അവിടെ ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ, 6-ാമത്തെ മാസം എത്തിയപ്പോൾ കൃത്യമായി ഇത് വരച്ച് വെച്ചത് കണ്ടിട്ട് അയാൾ ഒരു അറബിക്കൊണ്ടേ കാണിച്ചു. ഫൈസൽ എന്ന് പറഞ്ഞ മന്ദക്കസന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അറബികൾ കാട്ടിപ്പോണെന്ന് പറയും, ഈ മരുഭൂമി പോകുന്ന വണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പായിരുന്നു. അതിൻ്റെ സൈഡിലെ ഡിസൈനും അതിൻ്റെ മോഡൽ വരയ്ക്കാനാണ് എന്നെ പിന്നെ നിയോഗിക്കപ്പെടുന്നത്. ഞാൻ അറിയാതെ യാത്ര ചെയ്യുകയാണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതാണ്. ഈ വരച്ച് വെച്ച കുട്ടിക്കാലത്തെ കഥകളും ഭാരവണ്ടി വരച്ചതും ഈ പറയുന്നതെല്ലാം അത്തക്കളം പൂക്കളം ഇതിൽ പറയാൻ വിട്ടു ഒരു സബ്ജക്റ്റ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അതും ഒരു അടിസ്ഥാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇതിൽ 7 അടിയന്തരം എന്ന് പറയും, മരണപ്പെട്ടു പോയ സിംതേരിയിൽ. ഇന്നെല്ലാം പൂക്കളാൽ അലങ്കരിക്കുന്നതാണ്. അന്ന് നിറങ്ങൾ കൊണ്ട് പൊടികളിട്ടുണ്ടാക്കേണ്ടതാണ്.
അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പൈസ എനിക്ക് കിട്ടും, ഒരു 100 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അത് ചെയ്യാനായിട്ട് ഈ സിമിത്തേരിയിൽ പോയിട്ട് വെളുപ്പിനെ പോയിട്ട് സിമിത്തേരിയിൽ പോയിരിക്കണം. അപ്പോൾ ഈ 4 സൈഡും പലക വെച്ച് മണലിട്ട് അത് വെച്ചതിന് ശേഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചത് ഈ കല്ലുപ്പ് മേടിച്ചിട്ട് അതിൽ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് ജീസസ് ക്രൈസ്റ്റ് പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഗെക്സമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാർപ്പറ്റ് ഇട്ട പോലെ തന്നെ ഞാൻ ചെയ്യും. സിമിട്രിയിൽ ഈ സിമിട്രിയിൽ പോയി നിൽക്കാൻ നേരത്ത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പല്ല്, ഈ പുഴുക്കൾ, ഈ പത്തവാരിയൽ, ഇതെല്ലാം ഈ മരിച്ച ഇതിലല്ലേ പോയി നിന്ന് ഈ പണിയെടുക്കണത്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞാനിത് നീറ്റായിട്ട് അത് കൽപ്പണി അറിയാവുന്നതുകൊണ്ട് ഈ മെയ്സൻ്റെ പണിക്ക് പോയതുകൊണ്ട് വെള്ളമൊക്കെ നനച്ച് വെള്ളമൊക്കെ അടുത്ത പറമ്പിൽ പോയി വെട്ടിക്കൊണ്ട് അതിൻ്റെ അകത്ത് കുറേ പുഴുക്കളുണ്ടാവും, അടുത്ത മാംസത്തിൽ വെട്ടിക്കൊണ്ട്. തീഷ്ണതയുണ്ടല്ലോ ആ ഡിസൈൻ്റെ. പിറ്റേ ദിവസം ഞാൻ ചെയ്തു വെച്ച വർക്ക് 100 കണക്കിന് ആൾക്കാർ പള്ളിയിലെ സിമിത്തേരിയിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം. ഞാൻ വേലക്കാരനാണ്, 100 രൂപ എനിക്ക് കിട്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. പക്ഷേ അത് ഞാൻ മേത്ത് നിറയെ ഓക്സൈഡായിരിക്കും. ഈ ഓക്സൈഡ് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഒന്നെങ്കിൽ ഉപ്പ്, അല്ലെങ്കിൽ പായസമുള്ള വീട്ടിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പായസം കുടിക്കാനുള്ള സന്തോഷമല്ല, ഈ പിഴിപീര എന്ന് പറഞ്ഞ സാധനമുണ്ട്. പീര പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ വേസ്റ്റ് പീരയിലേക്ക് ഓക്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കയറുന്നത് ഭയങ്കര രസമാണ്. അതിൻ്റെ നിറങ്ങൾ മാറുന്നു. ആ നിറങ്ങൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം മേരി മാതാവ് ഉണ്ണിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇതാണ് കാർപ്പറ്റ് ഇട്ട പോലെ ഇരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ സൂര്യൻ്റെ കൂടി വെളിച്ചം വരുമ്പോൾ തിളങ്ങുന്നെന്ന്. ഉപ്പാണെങ്കിൽ വേറൊരു ഗുണമെന്ന് വെച്ചാൽ പഴയ ആ കൊലശ്ശേരി കൊണ്ട് തല്ലി അത് നീറ്റാക്കി വെച്ചിട്ട് ഇതായിട്ട് നിർത്തും. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് പറയുമ്പോഴും അറപ്പാകുന്ന ആളാണ്. എന്തെങ്കിലും ടി വി കണ്ടാൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ ആർട്ട് എന്നുള്ള സാധനം, സംഭവം, അല്ലെങ്കിൽ അതിൻ്റെ ഇത് എൻ്റെ ബ്രെയിനിലേക്ക് എത്രമാത്രം തീക്ഷ്ണത എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഇതിനും വലിയൊരു ഉദാഹരണം ഇത്തിരി വൈകിയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റിയത് സന്തോഷം. സാറേ, ഇതിലെ ഞാൻ നമ്മളുടെ ഇന്നൊക്കെ ഈ ബിസിനസ്സിലും സെയിൽസിലും ഒക്കെ ഒരു കോച്ചാകുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എൻഡ് ഇൻ മൈൻഡ്. താങ്കളെ എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും താങ്കളെ പ്രചോദിപ്പിച്ചിരുന്നത് ഞാൻ ചെയ്യുന്ന ഓക്സൈഡ് ചെയ്ത് കഴിയുമ്പോഴും ഇത് കാണാൻ വരുന്ന ആൾക്കാരുടെ ഒരു അത്ഭുതത്തോടെയുള്ള അവരുടെ ആ ഒരു നോട്ടവും ഇത് കഴിഞ്ഞ് കിട്ടുന്ന താങ്കൾക്കുള്ള ഫുഡും ഇതൊക്കെയാണ് താങ്കളുടെ മൈൻഡിനെ ഇത്രയും തീക്ഷ്ണമായിട്ട് ഇതിൽ പണിയെടുക്കാൻ ശ്രമിച്ചത്. ശരിയല്ലേ? സത്യം. അത് പറയുമ്പോൾ പക്ഷേ സാറേ, ഇത് എൻഡ് ഇൻ മൈൻഡ് കണ്ടു വേണം നമ്മൾ ചെയ്യാൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിയൽ ലൈഫിൽ താങ്കൾ പറയുമ്പം ആ അറിവിനെ എനിക്കിങ്ങനെ ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് താങ്കൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്. സാറേ, ഇവിടെ അവിടെ സാർ പറഞ്ഞ ആ ഒരു ഫിയർ പോലും ഇല്ലാതെ താങ്കൾക്ക് ആ ഒരു മനോസ്ഥിതി വരുന്നത് താങ്കളുടെ അടങ്ങാത്ത ആഗ്രഹം. സത്യമല്ല? ഇത് ലക്ഷ്യം നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെപ്പറ്റി നമ്മൾ എഴുതപ്പെട്ടപ്പോഴും ഞാൻ പറയുന്ന ഡയറിയിലെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്നതായിത്തീരുന്നു, എനിക്ക് എൻ്റേതായിട്ട് ലോകം ഞാൻ കണ്ടെത്തുന്നു, ഒരു ചെറിയൊരു കലാശേഖരത്തിൻ്റെ ചെറിയൊരു ഇടത്താവളമാണെന്നും എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഹെൽപ്പറായിട്ടൊക്കെ പണിക്ക് പോകുന്ന കാലഘട്ടങ്ങളിലൊക്കെ ചില മുറികളിലൊക്കെ ചെല്ലുമ്പോൾ, കൂട്ടുകാരുടെ റൂമിലൊക്കെ ചെല്ലുമ്പോൾ ടി വി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചെല്ലുന്നതാണ്. എന്നെ അവിടെ നിന്ന് പലപ്പോഴും ഇറക്കി വിട്ടിട്ടുണ്ട്. എന്ത് സ്മെല്ലാണ് അവൻ വന്നിരിക്കുമ്പോഴെന്നൊക്കെ. അപ്പോൾ അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഞാൻ അങ്ങനെയുള്ള ഒരു റൂമിലേക്കൊക്കെ പോകുമ്പോൾ 1-2 പ്രാവശ്യം കുളിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അവജ്ഞത എന്ന് പറയുന്നത് ചിലപ്പം കുട്ടിക്കാലം തൊട്ട് എനിക്ക് കിട്ടിയ പല സംഭവങ്ങൾ. പക്ഷെ ഞാനായി തീരാനായിട്ട് തന്നെ ആയിരിക്കാം, പ്രകൃതി തന്നെ ഒരുക്കിയതായിരിക്കാം എന്നിലേക്ക് ഞാൻ ഒതുങ്ങാനായിട്ടും ഞാൻ എന്നിലേക്ക് ഒരുക്കുവാനായിട്ടും. അല്ലെങ്കിൽ ഞാൻ അന്ന് എഴുതിയ ഡയറി, ഇന്നലെ എടുത്ത പേപ്പർ ഇന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ അത്ര ശ്രദ്ധയുള്ള ആളാണ്. ഈ അപകട കാലഘട്ടങ്ങളിലും എല്ലാം ആ ഡയറി ഉണ്ട്. അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആടുജീവിതത്തിൽ ആ ഡയറി ഉണ്ട്. എൻ്റെ ജീവിതം സർട്ടിഫിക്കറ്റ് എല്ലാം ഒഴിവാക്കി പോയെന്നല്ലേ അത് ആ ബുക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നും. കാലഘട്ടം തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അതിനുശേഷമാണ് ഞാൻ ഡയറി എഴുതാൻ തുടങ്ങുന്നത്. നമുക്ക് ആ ഡയറിയെക്കുറിച്ച് തന്നെ അതിലെ ഓരോ കാലഘട്ടങ്ങളെടുത്ത് ഇന്ന് ബുക്കുകളിൽ പറയുന്ന, ഇന്ന് കോച്ചിങ്ങിലെയും ട്രെയിനിങ്ങുകളിലെയും ബുക്കുകളിൽ പറയുന്ന അറിവും താങ്കളുടെ എക്സ്പീരിയൻസോട് നമുക്ക് ഞാനൊന്ന് പറയട്ടെ. അത് തന്നു കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ മുഴുവൻ തെറ്റാണ്. മലയാളം തന്നെ എനിക്ക് കഷ്ടിച്ചാണെന്ന് ആ സമയത്ത്. എന്നിരുന്നാൽ തന്നെയും ആശയങ്ങൾ അതിൽ ഭംഗിയായിട്ടുണ്ട്. ഞാനൊരു കവിതയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിതിനെ തമാശയായിട്ട് തോന്നും. ഒരു കവിത എഴുതി വെച്ചിട്ട്, ഞാൻ പായുന്ന യാഗത്തിൽ യാഗേശ്വരനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ്. അതൊക്കെ 23 വയസ്സിലെ ഒരു ഊർജ്ജമായിരുന്നു എൻ്റെ. അതല്ല എൻ്റെ ഈ പറയുന്ന ഈ വണ്ടി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഈ മരുഭൂമിയിൽ നിന്ന് വന്ന് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ
എൻ്റെ അറബിക്ക് ഈ പറയുന്ന ഫൈസൽ എന്ന് പറഞ്ഞ ഈ മന്ദകസനായ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെ ഞാൻ അവിടെ വർക്കിന് ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ സൈഡിലെ ഡിസൈനൊക്കെ വരക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. അവിടെയും ഞാൻ കണക്ട് ചെയ്യുന്നത് ഈ പൂക്കളിടുന്നതും ഈ ശിംതേരിലെ പണിയുമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതങ്ങോട്ട് കയറി വന്നത്. കാരണം ഇവിടുന്ന് എങ്ങനെ സാർ അന്നേരം ഈ ജയിൽവാസത്തിലേക്ക് അതൊക്കെ അടുത്തൊരു സ്റ്റേജാണ്. ഈ ഇവിടുന്നാണോ? ഇവിടുന്നല്ല, ഇവിടെ നിന്ന് ഇനി അടുത്തൊരു ഘട്ടമുണ്ട്. പല പല റീലുകളാണ്, പല പല നിറങ്ങളെന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ പച്ചവരെ എത്തിയിട്ടില്ല, ഇനി മഞ്ഞ, കറുപ്പ്, നീല. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വരക്കുന്നതിൻ്റെ ടാലൻറ്റ് കണ്ടിട്ട്, അപ്പോൾ അവിടെ എനിക്ക് വർക്കെന്ന് പറഞ്ഞാൽ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഷീറ്റ് പിടിച്ചു കൊടുക്കണം. ഞാൻ ടോട്ടലി താപാനാണ്. കാര്യം ഹെൽത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്യൂസാണ്. മെലിഞ്ഞു ഉണങ്ങി ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നിന്നിട്ടാണ് ഞാൻ മരുഭൂമിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു 38-40 കിലോനെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും സങ്കടകര, കണ്ണൊക്കെ കുഴിഞ്ഞു. എക്സാക്ട്ലി ആ പറഞ്ഞ പൃഥ്വിരാജ് ആടുജീവിതത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ. അത് ഞാനെപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആ സ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും, ആ കുറച്ച് കാലഘട്ടങ്ങളിൽ കണക്റ്റഡ് ആണെങ്കിലും ഞാൻ അടങ്ങിയിരുന്നില്ല. ഞാൻ യാത്രയായിരുന്നു. ഞാനൊരു ഭയങ്കര ജേണി ആയിരുന്നു എൻ്റെ. ഈ ജീവിതം കണ്ടായിരുന്നു ഞാൻ കണ്ടില്ല. എനിക്ക് ആ സ്റ്റോറി ബുക്ക് വായിച്ചിട്ടുണ്ട്. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ആ ഒരു കഥാപാത്രത്തിനെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ പറയണല്ല, ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അയാൾ യാദൃശ്യമായി ചെന്ന് പെടുകയാണ് ഇല്ലേ. അയാൾ ബോധത്തോടുകൂടിയല്ലല്ല അപകടത്തിലേക്ക് ചെന്നു. സൗദി അറേബ്യയിൽ നിത്യം സംഭവിക്കുന്ന ഒരു സംഭവമാണത്. ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യുന്നുണ്ട് ദമാമിൽ. ഞാൻ അതിനുവേണ്ടി പോയപ്പോഴും അവിടെ ഇതേപോലെ തന്നെ വേറൊരു സംഭവം ഇപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും സൗദിയിൽ ഇത്ര പുരോഗമനം. പക്ഷേ താങ്കൾക്കൊരു വ്യത്യസ്തതയുണ്ട്. താങ്കളത് അറിഞ്ഞുകൊണ്ട് മനസ്സാവരിച്ചതാണ്, ലക്ഷ്യത്തിന് വേണ്ടി. അപ്പോൾ ഈ ലക്ഷ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചോദ്യം കൃത്യമല്ല. ഇപ്പം ഞാനിരുന്നു കൊണ്ട് ഇപ്പോൾ രാഹുലിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു എന്ന് പറയണതും എനിക്ക് അത് പറയാൻ പറ്റില്ല. കാര്യമെന്ന് വെച്ചാൽ ഇതായിരുന്നോ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അജ്ഞാതമാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതും സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടതും എല്ലാം ഞാൻ അറിയാതെയാണ്. ഞാൻ അതിലൂടെ സഞ്ചരിച്ചെന്നുള്ളതാണ് വാസ്തവം. ഞാൻ അറിയാതെ സഞ്ചരിച്ചെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് എത്തണമെന്നും എനിക്ക് സക്സസ് വേണമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇതിലെങ്ങനെയാണ് സാർ ഈ ഇപ്പോൾ പറഞ്ഞേക്കുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ്സ് വരച്ചു, അടുത്ത ജേർണി എങ്ങോട്ടായിരുന്നു? അതും അവിടെയും ഞാൻ ഈ വരക്കണേൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് അയാൾ പറഞ്ഞ്, ആ അറബി പറഞ്ഞ്, അലി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ദോഹയിൽ ടോയ് പോയിൻ്റെ അവിടെ ഷോപ്പുണ്ട്, ഡെക്കറേഷൻ കമ്പനിയാണ്, നിനക്ക് അവിടെ ജോലി ശരിയാക്കി തരാം. അവിടെ വീണ്ടും ഞാൻ ആ കമ്പനിയിലേക്ക് ഒരു ദിവസം കാലത്തെ എന്നോട് അറബി പറഞ്ഞു അവിടെ പോയി ഇത് ചെയ്യുക. അലി വന്നു. ആ അറബി തന്നെ ആദ്യമായിട്ട് ഒരു അറബിയുടെ വണ്ടി കയറണം എന്നാണ് ഞാൻ. അലിയുടെ ടെലിഫോണൊക്കെ ഉള്ള അന്നത്തെ കാലം. അപ്പോൾ വണ്ടി കയറിയിരുന്നു. എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്ന്, അവർ ഡെക്കോർ കമ്പനിയാണ്. ഡെക്കോർ കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം 10-100 ജോലിക്കാരൊക്കെ ഉള്ളതാണ്. ഞാൻ ആ ഫസ്റ്റ് ഡേ തന്നെ കാർപ്പറ്റ് ഇടാനാണ് കൂടെ പോകുന്നത്. കാർപ്പറ്റ് ഇടാൻ ചെന്ന് അന്ന് അവിടെ കാർപ്പറ്റ് ഇടാൻ സഹായിച്ച് ബഷീർ എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കക്കാരൻ്റെ ഹെൽപ്പറായിട്ടാണ് പോയത്. കാർപ്പറ്റ് പിടിച്ചു കൊടുത്ത്. അപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നും എൻ്റെ അവസ്ഥ. നടക്കുന്നത് മുടന്തിയാണ് നടക്കുന്നത്. അങ്ങനെ കാർപ്പറ്റൊക്കെ ഇട്ടതിന് ശേഷം അവരുടെ ഓഫീസിൽ കയറി വന്ന എൻട്രൻസിൽ വലിയൊരു അവരുടെ ലോഗോ ചെയ്യണം. ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. ഒരു ഷിപ്പിൻ്റെ രീതിയിലുള്ളൊരു ലോഗോ ചെയ്തിട്ട് അതിൻ്റെ കമ്പനിയുടെ പേര് റൗണ്ടിൽ എഴുതണം. അത് പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഞാനൊരു ഇത് ചെയ്യട്ടെ എന്ന് വെച്ചു. നമുക്ക് ഈ അത്തക്കളവും പൂക്കളവും ചിംതേരിയൊക്കെ ഇങ്ങനെ കിടക്കണമല്ലേ എക്സ്പീരിയൻസ് ബാക്കിൽ. ഞാൻ ആ കാർപ്പറ്റ് തിരിച്ചിട്ടിട്ട് അതിൽ കറക്റ്റായിട്ട് വരച്ച് സ്കെയിൽ ചെയ്ത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വൈക്കോല് കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല. ബ്ലാക്ക് ഷീറ്റിൻ്റെ പുറത്ത് സീനറീസും കാര്യങ്ങളൊക്കെ. ശിവനും പാർവതിയുടെ ആളായിരുന്നു ഞാൻ. അപ്പോൾ ആ ഫിഗറാണ് സൈഡ് ഫിഗർ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് കുരിശൊക്കെ കിടക്കുന്നതിൻ്റെ സൈഡ് നെല്ലൊക്കെ വെച്ചുണ്ടാക്കുന്നത്. അതെ, അതും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിൽപ്പനക്കാണ് കേട്ടോ, ഉപജീവനമാണല്ലോ മുഖ്യം. അപ്പം ഇത് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കാർപ്പറ്റ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് അത് ഓഫീസിലൊക്കെ ഭയങ്കര സംസാര വിഷയമായി. ഇത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്ത് വരുന്നതിന് ഭയങ്കര എമൗണ്ട് അല്ലേ. എൻ്റെ അറബിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒരു ഉസ്താദിൻ്റെ ലെവലിലേക്ക് അവിടെയും മാറുകയാണ്. പക്ഷേ അവിടെയും എന്നെ ഒരുക്കണമായിരുന്നു. വാൾപേപ്പർ, സീലിംഗ്, ജിപ്സം വർക്കിൻ്റെയൊക്കെ സൈഡിൽ പൂക്കളും ഫ്ലവറൊക്കെ വരയ്ക്കണം. അതിനൊക്കെ ഗോൾഡൻ കളർ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫ്രീ ഹാൻഡ് ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെയിൻറ്റിങ്ങിന് എക്സ്പീരിയൻസ് ആ ലെവലിലല്ലേ അത് വരക്കുന്നത് കൊണ്ടൊക്കെ അങ്ങനത്തെ ജോലിക്ക് എനിക്ക് ഈസി ആയിട്ട് ഡെക്കോറിൽ നിൽക്കാൻ പറ്റും. പിന്നെ ഭയങ്കര സ്നേഹമുള്ള ആൾ വില്യംസ്, ബാംഗ്ലൂരി, ബഷീർ, റഷീദ്, മലപ്പുറത്ത് നിന്ന് സലീം.
അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അവരുടെ സൗഹൃദത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ട് വൈകുന്നേരങ്ങളിൽ കുബൂസ് ബീഫ് ഉണ്ടാക്കുക, ചിക്കൻ മേടിച്ച് കറി വെക്കുക. ഞാൻ വേറൊരു ലോകത്തേക്ക് എത്തുക. ഈ കഷ്ടപ്പാടിനൊക്കെ വേറൊരു ലോകത്തേക്ക് ഞാൻ എത്തുകയാണ്. സന്തോഷം നിറഞ്ഞ കാലഘട്ടമാണ് എൻ്റെ. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത ടേണിങ്. ഞാൻ എല്ലാ ദിവസവും ബസ്സിന് പിക്കപ്പിൻ്റെ ബാക്കിൽ നിന്നിട്ടായിരിക്കും പോണത് പിടിച്ച്. അപ്പോൾ ലേബേഴ്സിനെ കൊണ്ടുപോകണം. അപ്പോൾ ഇൻ്റർനാഷണൽ ഡിസൈനിങ് കമ്പനി എന്ന് പറഞ്ഞൊരു ബോർഡ് നിയോൺ ലൈറ്റിൽ കത്തിയിരിക്കുന്ന ഞാൻ കാണാറുണ്ട്. എനിക്ക് തോന്നി ഈ ഡിസൈൻ എന്ന് കാണുമ്പോൾ നമുക്ക് മറ്റൊരു തത്വമല്ല, ഡിസൈൻ എല്ലാം ഒന്നാണെന്നുള്ളതാണല്ലോ, അറിവില്ലായ്മ തന്നെ ആയിരിക്കാം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡ്രൈവറിനോടൊന്ന് ഇവിടെ നിർത്താൻ പറഞ്ഞ് അവിടെ നിർത്തി ആ കടയിലേക്ക് ആ ഓഫീസിലേക്ക് നടന്നു കയറി. അവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം നടക്കുന്നത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റി. അത് അവിടുത്തെ ഗാനം ബിൻ ഫൈസൽ എന്ന ഷെയ്ഖിൻ്റെ ഓഫീസാണ്. അത് ഖത്തറിൽ തന്നെ ലീഡിങ് കൺസൾട്ടൻ്റ് ഓഫീസാണ്, ആർക്കിടെക്ചറൽ ഓഫീസ്. ഞാൻ നേരെ ചെന്ന് കയറിയത്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വഴിയെ ഒരുക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ വഴി ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഒരു ഈജിപ്ഷ്യൻ ലേഡിനോട് അറിയാവുന്ന, അത് ഈ സ്റ്റുഡിയോ പണിക്ക് നിന്നുകൊണ്ട് കഷ്ടിച്ച് കുറച്ച്, എനിക്ക് ലാംഗ്വേജ് പെട്ടെന്ന് ബ്രെയിനിൽ കിട്ടില്ല, അറബി അറിയാവുന്നതുകൊണ്ട് അവനോട് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ജോലിയുണ്ടോ, ഇങ്ങനെ വരക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞോട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വഴി കൂടി തന്നെ മെദാത്ത് മുസ്മാൻ എന്ന് പറഞ്ഞു, എൻ്റെ നേരത്തെ പറഞ്ഞില്ലേ ഗോഡ് ഫാദർ എന്ന് പറയണമെങ്കിൽ പേരിട്ട് എൻ്റെ രക്ഷ കണ്ടെത്തിയ ഒരാളാണ്, എൻ്റെ ഇതിലേക്കുള്ള ജേണിയിലേക്ക് എത്തിച്ച ഒരാളാണ് പുള്ളി. അക്ഷരങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിലും എനിക്കൊരു വഴി കാണിച്ചു തന്നു പുള്ളി എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ആ പെണ്ണിനോട് ഇങ്ങനെ വരക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ വരക്കണ ആളാണ്. അപ്പോൾ അവിടെ കളർ ചെയ്യാൻ വേണ്ടി ഒരാൾ ആവശ്യമുണ്ടായിരുന്നു ഓഫീസിൽ. അപ്പം മെദാത്ത് എന്നോട് വിളിച്ചിട്ട് ക്യാബിനിലേക്ക് വിളിപ്പിച്ച്. അപ്പോൾ എൻ്റെ മേത്ത് നിറച്ചും ഈ മാജൂനും ഇതും പെയിൻറ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഞാനാണ്. ഇതൊക്കെ വരക്കാൻ അറിയാമെന്ന് വെച്ച്. അപ്പോൾ പെർസ്പെക്റ്റീവ്സാണ് 3 ഡയമെൻഷൻ ഡ്രോയിങ്, പണ്ടത്തെ 3D. അപ്പോൾ ഞാൻ പറഞ്ഞ് അറിയില്ലെന്ന്. എന്തറിയാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ് വരക്കാൻ പറഞ്ഞു, കളർ കൊടുത്തു കൊടുക്കാൻ. ഞാനൊരു 1-2 മണിക്കൂർ കൊണ്ട് എനിക്കറിയാവുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ വരച്ച്. റോട്ടിൽ കൂടി കാറ് പോകുന്നതും ആൾക്കാർ നടന്നു പോകുന്നതും തെങ്ങും മരവും ഒക്കെ ഇട്ടൊക്കെ നമ്മുടെ കഴിവുകളെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് വരച്ച് വെച്ചു. പുള്ളി കുറച്ച് കഴിഞ്ഞ് എന്നോട് വന്നിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഫ്രീ ഹാൻഡ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച്, പുള്ളി വിരലുകൾക്ക് നീളമുള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് എന്നോട് പറഞ്ഞ് നിൻ്റെ ഫ്രീ ഹാൻഡ് ബെസ്റ്റാണ്, നീ ഇത് പഠിക്ക്, നിനക്കിവിടെ ജോലി ചെയ്യാമെന്ന്. അത് കേട്ട് ഞാൻ പോന്നു. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ പിന്നെ അടുത്ത വഴിയാണ് ഇതെങ്ങനെ പഠിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ ഇൻറ്റീരിയർ കമ്പനിയിൽ ജിമ്മി എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റ് വന്നിരുന്നു, ഫിലിപ്പീനോ. അപ്പം ഞാൻ ജിമ്മിയുടെ അടുത്ത് പോയി. ചെന്ന് ജിമ്മിനോട് ചോദിച്ചു, അറിയാവുന്ന ഇംഗ്ലീഷ് ചോദിച്ചു, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞ് 2 വാനിഷിങ്ങിൽ നിന്നും ഒരു പോയിന്റിൽ നിന്ന് വരുന്ന എല്ലാ ലൈൻസും ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് തീവണ്ടിപ്പാളം നീ നോക്കുക, ഒരു പോയിന്റിൽ നിന്നാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു വാനിഷിങ്ങിലാണ് ചെന്ന് നിൽക്കുന്നത്. എൻ്റെ 2 മിനിറ്റത്തെ എൻ്റെ ഗുരുനാഥൻ എന്താണെന്ന് രാഹുൽ ചോദിച്ചതിനോട് ആ 2 മിനിറ്റത്തെ അദ്ദേഹം പറഞ്ഞു തന്നതാണ്. ആ കിട്ടിയ സംഭവം കൊണ്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് വരയുടെ ലോകം. ഞാൻ ആദ്യം കണ്ടത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ടി വി പല ആംഗിളിൽ ഒരു ചെറിയൊരു ടിൻ പെട്ടിയുടെ പുറത്താണ് ഈ TV വെച്ചത്. അപ്പോൾ ഈ ടിൻ പെട്ടി വെച്ചേക്കണ TV ഞാൻ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഏതൊരു വാനിഷിങ്ങിൽ പോയി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയപ്പോൾ അപ്പോൾ കുട്ടിക്കാലത്ത് എഴുതി ലോറിക്കൊക്കെ പേരെഴുതുമ്പോൾ അന്നത്തെ ലെറ്ററൊക്കെ തടവറ, ഷോല്, ഈ സിനിമകളിലൊക്കെ ഒരു സിംഗിൾ പോയിന്റിലേക്കാണ് ലൈൻ പോണത്. അപ്പോൾ പോയിന്റ് എന്താണെന്ന് പെട്ടെന്ന് എനിക്ക് കത്തി. എന്തുകൊണ്ടാണ് വാനിഷിങ് എന്നുള്ളത്. ആ വിദ്യാഭ്യാസം, ഞാൻ ഇന്ന് ചെയ്യുന്ന ജോലിയുടെ വിദ്യാഭ്യാസം എനിക്ക് ആ 2 മിനിറ്റിൽ തന്ന അറിവാണ് എൻ്റെ ജീവിതത്തിൽ അറിവായി മാറി. ഇത് തന്നെ ഈ നമ്മൾ ആദ്യം കണ്ട സമയത്ത്, ആദ്യം ഞാനും സാറും തമ്മിൽ കണ്ട മീറ്റിങ്ങിൽ ഇതേ പോയിന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻഫിനിറ്റ്, ആ റെയിൽപാളം പോലെ പോകുന്നത്. ഇത് വെറുതെ ചിന്തിച്ചപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എങ്ങനെയാണ് എല്ലാ റൂമും. ഞാൻ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിച്ചേ ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് എന്തോ ഒരു അത്ഭുതം. ആ ഒരു ഇത് നിങ്ങൾ പറഞ്ഞെല്ലാം ഈ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്ത് സബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ്. ഈ റൂമിന് തന്നെ ഒരു ആംഗിൾ ഉണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട്. ചിലപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 1.5 കിലോമീറ്ററോളം യാത്രാ പോയിന്റിലേക്ക് എത്തേണ്ടി വരും. ഈ 4 സൈഡിൽ നിന്ന് ഒരു ലൈൻ പോകും. നമ്മൾ ഉയർന്നു നിൽക്കുമ്പോഴും താഴ്ന്നു വരുമ്പോഴും ഒക്കെ ഈ വാനിഷ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു ക്യാമറമാൻ്റെ ടെക്നോളജിയാണത്. ഞാൻ ഏതെങ്കിലും പർട്ടിക്കുലർ ആംഗിളിലേക്ക് വരുമ്പോൾ റൂമിൻ്റെ ഷേപ്പ് മുഴുവൻ തിരിഞ്ഞു വരും. അത് ഞാനിവിടെ ഇടുന്ന പോയിന്റിൽ നിന്നാണ് അതെല്ലാം മാറുന്നത്. ഇത് ഞാനും പിന്നെ നമ്മൾ കണ്ടെത്തുകയാണ് എന്താണ് ഇതിൻ്റെ സംഭവം. ഞാൻ നിലത്തിരുന്നാണ് ഇതെല്ലാം വരച്ച് പ്രാക്ടീസ് ആയിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഓഫീസിൽ ചെന്നു.
അവിടുന്ന് അവിടെ ചെന്നിട്ട് ഈ മെതാത്തിനെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ സെക്രട്ടറി പെണ്ണിനെ എന്നെ അറിയാം, കാര്യം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാനപ്പോൾ മാന്യമായ വസ്ത്രം ധരിച്ചാണ് ചെന്നത്. ഒരു ടാക്സിയൊക്കെ വിളിച്ചത് ശമ്പളം കിട്ടിയതുകൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് മെതാത്തിനെ പിന്നീട് അവിടെ വർക്ക് ചെയ്തപ്പോഴാണ് പുള്ളിനെ കാണാൻ സാധിക്കില്ല, നമുക്കൊന്നും കിട്ടുന്നൊരാളുമല്ല, അത്ര ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് പുള്ളി, വഴിയൊരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി എന്നോട് ചോദിച്ച് വരക്കാൻ പറ്റുമോയെന്ന് വെച്ചിട്ടുണ്ടോ, കാലത്ത് വന്ന് ജോയിൻ ചെയ്തോളാം പറഞ്ഞു. പാസ്പോർട്ടില്ല, വിസയില്ല, ഒരു ചോദ്യമില്ല. അന്നാ കാലത്ത് കല്ലുവല്ലി വിസക്ക് ഭയങ്കര ഫൈൻ കൊടുക്കേണ്ട കാലമാണ്. എന്നോട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നു. സാറേ പാസ്പോർട്ടില്ല, വിസയില്ല, ഒന്നുമില്ല, എല്ലാം പോലീസ് CID കൊടുത്തിട്ടുണ്ട്. ചാടി നിൽക്കണല്ലേ, ചാട്ടക്ക കല്ലുവല്ലിയാണല്ല. അങ്ങനെ ഞാനവിടെ കാലത്ത് ചെല്ലുന്നു, എന്നോട് പറയുന്നു വരക്കാൻ പറയും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൂപ്പർ നിമിഷങ്ങളാണ്. ഞാൻ കറങ്ങുന്ന കസേരയിലിരിക്കുന്നു, 2 മീറ്റർ ലെങ്ത്തുള്ള ബോർഡ്, അമർത്തിയാൽ സ്വിച്ച് അമർത്തിയാൽ വെക്കുന്ന T സ്കെയിൽ, സെസ്ക്വയർ, ഞാൻ കാണാത്ത ലോകം. എനിക്കതിൽ ഇരുന്നിട്ട് തന്നെ ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു. വളരെ തിരക്കായ ഒരു ഓഫീസിൽ വളരെ ഈജിപ്ഷ്യനും ഫിലിപ്പീനോയും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മലയാളി മാത്രമുണ്ട്. പിന്നെ അഹമ്മദ് എന്ന് പറഞ്ഞൊരു ഓഫീസ് ബോയ് അവിടെ ഉണ്ട് മലയാളികളായിട്ട്. ബാക്കി എല്ലാ അന്യദേശക്കാർ, ഇംഗ്ലീഷുകാരൊക്കെ വന്ന് പോകുന്നു. അവരുടെ ഇടയിൽ PR ജൂഡ്സൺ, കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്ന ജൂഡ്സൺ ആ ബോർഡിലിരുന്ന് കറങ്ങുന്ന കസേരയിലിരുന്ന് ലോകത്തെ വീക്ഷിക്കുന്നു. സാറേ ആ കസേരയിൽ ഇരുന്നപ്പോൾ ആദ്യം തോന്നിയത് കുറച്ച് നേരം പോയി നിലവിളിച്ച് കരയണമെന്ന്. നേരെ ബാത്റൂമിൽ പോയി വാതിലടിച്ച് പൊട്ടിക്കരഞ്ഞാൽ നിലവിളിച്ച് കരഞ്ഞു. കാര്യം ഞാൻ സ്വപ്നത്തിലാണോ, നമുക്ക് വേറൊരു വിശ്വാസം വെച്ച് നോക്കണമെങ്കിൽ നമ്മളൊരു സ്വർഗത്തിലേക്ക് ചെന്ന് വിട്ട പോലെ ഒരിക്കലും നമുക്ക് എത്താൻ പറ്റാത്ത വഴിയിലേക്ക് നമ്മൾ എത്തണമല്ലോ. അത് ഞാൻ ഒരു 10-20 മിനിറ്റ് നേരം കരഞ്ഞ് മുഖം കഴുകി ഞാൻ തിരിച്ച് ചെന്ന് സീറ്റിലിരുന്ന് ഞാൻ തന്ന ഡ്രോയിങ് വെച്ചിട്ട് ഞാനൊരു ഇത് വരച്ചു. ഒരു വീടിൻ്റെ ഇതായിരുന്നു, ഭയങ്കര ഡീറ്റെയിൽ ചെയ്തിട്ട് വരച്ച് തീർത്തപ്പോഴും ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയി ആണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിക്കകത്ത് എനിക്ക് വണ്ടിക്ക് പോകാൻ പറ്റിയില്ല. ഞാനെന്ത് ചെയ്തു, നമ്മൾ നിത്യാഭ്യാസമല്ല, അപ്പോൾ തെരുവിൽ വളർന്നതല്ലേ, ഞാൻ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ആ ടെറസിൽ കിടന്നുറങ്ങി. നല്ല വെയിൽ, നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ അവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്ത് എണീറ്റ് വന്ന് അവിടുത്തെ ബാത്റൂമിൽ തന്നെ ഉപയോഗിച്ച് 2 ദിവസം അത് ആവർത്തിച്ച്. 3-ാമത്തെ ദിവസം തന്നെ പിടിച്ച്. കാര്യം ഈ വസ്ത്രം തന്നെയല്ല ഇടുന്നത്. രാത്രി കിടക്കാൻ നേരത്ത് എന്നിട്ട് വന്നിട്ടാണ് ഈ അവരുടെ ഓഫീസ് ബാത്റൂമാണ് ഞാൻ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നിർണ്ണയിച്ചത്. അതൊക്കെ ഒപ്പിക്കലായിരുന്നു. ഓഫീസ് ബോയ് അവിടെ ക്ലീൻ ചെയ്യാനുള്ള ടൗൽ കൊണ്ടൊക്കെയാണ്. പിന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യാത്രയാണ്. പിന്നെ എക്സ്പീരിയൻസ് മുഴുവൻ ദാരിദ്ര്യം ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ അഡീഷണൽ റെഫറൻസിന്റെ ആവശ്യം മാത്രമേ കയ്യിലുള്ളൂ. ഇപ്പം നേരത്തെ രാവിലെ ചോദിച്ചില്ലേ ഈ സത്യസന്ധതയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന്. സത്യസന്ധത ഇല്ലാതെ ചെയ്തിരിക്കുന്ന കുരുത്തക്കേട് ഇങ്ങനെയുള്ള കുരുത്തക്കേടാണ്. ഒരു സാറേ ഉദ്ദേശശുദ്ധി മാർഗം. അതെ. അങ്ങനെ ഈ മെതാത്ത് എന്നോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകാൻ വണ്ടി വരുന്നില്ല, വണ്ടി കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവരോട് വിളിച്ചിട്ട് പറഞ്ഞു ജൂഡ്സൺ ഇവിടുത്തെ പീറ്റർ ജൂഡ്സൺ എന്നാണ്. അപ്പോൾ എന്നെ അവിടുത്തെ എംപ്ലോയി ആണെന്നുള്ളത് അനൗൺസ് ചെയ്ത് അങ്ങനെ ഖത്തറിൽ 1-2 എംബ്ലംസ് വരച്ച് ലോഗോസ് പുള്ളിക്ക് വന്നിരുന്ന് ഷെയ്ക്കിൻ്റെ ആയതുകൊണ്ട്. പിന്നെ എനിക്ക് പിന്നെ വേറൊരു ഭാഗ്യമൊക്കെ കിട്ടിയെന്ന് പറയുന്നത്, ഞാൻ ആർട്ടിസ്റ്റാണെന്നും പ്രഗത്ഭനമാണെന്നുള്ളത് ഈ ഫസ്റ്റ് ഡ്രോയിങ്ങിൽ തന്നെ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ തന്നെ ആദ്യത്തെ 3D വരച്ച് അവിടെ എല്ലാവരും കയ്യടി മേടിച്ച്. അപ്പോൾ ഒരു മാനുവൽ ഡ്രോയിങ്ങിൽ 3D വരക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ്, പുറത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ഒരു സക്സസ് മാനായിട്ട് അവിടെ ജോലി കണ്ടിന്യൂ തന്നെയാണ്. അവിടെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഷെയ്ക്കിൻ്റെ കുട്ടികളുടെ പടമൊക്കെ പെട്ടെന്നായിരിക്കും വിളിച്ച് പറയണത്, ഡ്രൈവറിൻ്റെ കൊടുത്തുവിടും, എന്നെ കൊണ്ട് വരപ്പിക്കാൻ പറയും. അന്ന് ഞാൻ എല്ലാം എൻ്റെ കയ്യിലെല്ലാം ഷോർട്ട് കട്ടിൻ്റെയും കൂടി ഐഡിയാസ് ഉള്ള ആളാണ്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന മുറിയുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്തിട്ട്. എന്നിട്ട് കാലത്ത് സൺലൈറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ സമയത്ത് വരുന്ന സൺലൈറ്റ് ഇപ്പുറത്തുനിന്ന് ട്രേസ് ചെയ്തെടുക്കും. ഇതെൻ്റെ ഒരു ഡെഡ് സീക്രട്ടാണ്. ഞാൻ ഇന്നലെ കണ്ടിരുന്നത്. കാരണം ആ ഡ്രോയിങ്ങിൽ ആ ഒരു വലിയൊരു കെട്ടിടം വരയ്ക്കുന്ന ഒരു ഡ്രോയിങ് താങ്കൾ ഇട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ ചിന്തിച്ചു, ഇത്രയും വലിയൊരു ഡ്രോയിങ് ഇതേപോലെ ചിന്തിച്ചത് ഇതെങ്ങനെയായിരിക്കാം എടുത്തതെന്ന്. ഇത് ഇന്ന് ഞാനത് ആവർത്തിക്കുന്നില്ല കേട്ടോ, ഇന്നെല്ലാം മൈൻഡിൽ നിന്നാണ്. പക്ഷേ എൻ്റെ തുടക്കത്തിൽ കാര്യം എനിക്ക് 6 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടൊക്കെ വരച്ച് തീർക്കണം ഈ സംഭവം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഓപ്പോസിറ്റ് വെച്ച് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇപ്പുറത്ത് ട്രേസ് ചെയ്തെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് സ്കെച്ച് ചെയ്ത് വരച്ചിട്ട് ഷെയ്ക്കിനടുത്ത്. ഷെയ്ക്കിമാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഭയങ്കര ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റായി. കാര്യം ഫിഗർ വരക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കതിന് ടൈം എടുക്കണം.
ഈ 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് കളർ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഓൾറെഡി തീർക്കാനുള്ള. അപ്പം ആ ഷോർട്ട് കട്ട് അത് എൻ്റെ ഇന്നത്തെ ഇപ്പോൾ രാഹുൽ ചോദിച്ച പോലെ ഇപ്പോൾ ഈ റിവേഴ്സ് വരയ്ക്കുന്നതിലല്ല, അല്ലാതെയുള്ള ഷോർട്ട് കട്ടുകൾ അതിൻ്റെ ആളാണ് ഞാൻ. സാറേ, ഈ റിവേഴ്സ് വരയ്ക്കുന്നതിന് മുമ്പ് ആ കറങ്ങുന്ന കസേരയിലിരുന്ന് തുടങ്ങിയത് ഇന്നത്തെ എനിക്കറിയാം സാർ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസിന്, ഓൺടർപ്രണേഴ്സിന്, ബിസിനസ്സുകാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ മനസ്സിൽ സാർ ഏറ്റവും അത്ഭുതമായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണ് സാറിനോട് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങൾ വന്ന് പറഞ്ഞ് ആ സ്വപ്നങ്ങൾ സാറ് മനസ്സിൽ കണ്ട് അത് പ്രകൃതിയോട് ചേർത്തിണക്കി അവർക്കൊരു വീടായിട്ടും സൗധങ്ങളായിട്ടും പണിത് കൊടുത്തത്? ഞാൻ ചെയ്ത വർക്കുകൾ ആർക്കിടെക്ചറിൽ ചെയ്ത വർക്കുകൾ ഇപ്പോൾ എന്നോട് ഇടയിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിലും ചെയ്തത് മലബാർ ഗോൾഡിൻ്റെ കോ ചെയർമാനായ ശ്രീ പി ഇബ്രാഹിം ഹാജിക്ക് സാറിൻ്റെ വർക്കുകൾ വരയ്ക്കാൻ 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് കോഴിക്കോട് ചെയ്തത്, കേരളത്തിൽ ചെയ്ത വർക്കുകളിൽ. പിന്നെ എടുത്തു പറയേണ്ട ആൾ ചുങ്കത്ത് ജ്വല്ലറിയുടെ വീട്, ജയലക്ഷ്മി സിൽക്സ്, പിന്നെ സണ്ണി ഡയമണ്ട്സ്. അങ്ങനെ പോകുന്നു ഈ ബിസിനസ്സുകാരുടെ വീടുകൾ. എല്ലാ വീടുകളും ഒന്നിക്കൊന്നിക്ക് വ്യത്യസ്തമുള്ള വീടുകളാണ്. ഇപ്പം ഞാൻ നമ്മുടെ തമ്മിച്ചേട്ടൻ്റെ വീട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വീട് തൃശ്ശൂരിലെ വീട് ഇപ്പോൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞ് ടെലിവിഷൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ യൂസഫിലിൻ്റെ സാറിൻ്റെ 3ാമത്തെ മകളുടെ വീട്, ഷാറോൻ മരുമോൻ്റെ വീട് ഞാനാണ് ചെയ്തത് നാട്ടിലെ. അതിൻ്റെ ഇൻറ്റീരിയറെല്ലാം ഞാൻ തന്നെ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ പേഴ്സണൽ ബദ്രുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ വീട്. അങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് ബിസിനസ്സുകാർ, ഇപ്പോൾ ദുബായിലാണെങ്കിലും വലിയ ബിസിനസ്സുകാരുടെ പേരുകൾ എനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. സാറേ, അങ്ങനെ ഒരു പക്ഷേ ഇന്ന് ഈ പേഴ്സണാലിറ്റീസൊക്കെ സാർ ഈ പറഞ്ഞ ബിസിനസ്മാനൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ ജോയി അലിക്കൻ്റെ എറണാകുളത്തുള്ള ഷോറൂമിൻ്റെ ഡിസൈനും ഞാൻ തന്നെ ചെയ്തത്, ജോയ് സാറിൻ്റെ ആണോ? ഓക്കെ സാറേ, ഇന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് ജൂഡ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പുറകിലെ കഥകൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. സാറെന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണലിൻ്റെ സാറ് കേട്ടു, സാറത് ചെയ്തു കൊടുക്കുന്നു. സാറിൻ്റെ ലൈഫിൽ സാറിന് വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർത്തെടുക്കുന്ന ഒരു വ്യക്തിത്വം ആരായിരിക്കും? ഇത്രയും മഹാരഥന്മാരുടെ കൂടെ എല്ലാം സാർ അവർക്കെല്ലാം പ്രോജക്റ്റുകൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരാളാരാണ്? 2 പേരോടാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നന്ദിയുള്ളത്. നന്ദി എന്ന് പറയുന്നൊരു വാക്കാണോ അതിന് യോജിച്ചത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് എന്തെങ്കിലും അമൂല്യമായത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അമൂല്യമായ വസ്തുക്കൾ, അമൂല്യമായ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് രാഹുൽ ചോദിക്കുന്ന ചോദ്യം ഈശ്വരനോട് എന്നോട് ചോദിക്കുകയെങ്കിൽ ഞാൻ 2 മഹാപ്രതിഭകളെ കണ്ടിട്ടുണ്ട്. മഹാവ്യക്തികളെ, മനസ്സലിവ്, സഹായിക്കാൻ ഒക്കെ ഉള്ള ആൾക്കാർ. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് അസ്ലം മോദി. ദുബായ് പാലസിലുണ്ടായിരുന്ന അസ്ലം മോദിനാണ് എന്നെ ദുബായിലേക്ക് എനിക്ക് എൻട്രി തരുന്നത്. മരണപ്പെട്ടുപോയ അദ്ദേഹമാണ് എന്നെ ദുബായിലേക്കുള്ള എൻട്രി എന്നെ കൈക്ക് പിടിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ പറയണം. 2002 ജിമ്മിൻ്റെ പരിപാടി എറണാകുളത്ത് നടക്കുമ്പോൾ അദ്ദേഹം എറണാകുളത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇന്ന് അവരുടെ ഡയറക്ടറായ അസ്ലമിൻ്റെ പെങ്ങളുടെ മോനായ അൻവറമീനാണ് എന്നെ കൊണ്ട് ആ ഒരു സംഭവം വരയ്ക്കാനുള്ളൊരു ഇൻവിറ്റേഷൻ തന്നത്. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ളൊരു മാൾ വരച്ച്, ഹൈലൈറ്റ് മാളാണ് ഒന്ന് വരച്ചത്. അതിൻ്റെ 3D ആണ് വരച്ചത്. 3D പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയതിന് ശേഷം അസ്ലം ദുബായിലേക്ക് എന്നെ കൊണ്ടുവരിക ചെയ്തു. അസ്ലം ജീവിച്ചിരുന്ന സമയത്തെല്ലാം ഒരു സുഹൃത്തിനോട് പോലെയാണ് അസ്ലം എന്നെ. ഞങ്ങൾ തരപ്രായക്കാരാണ്. അസ്ലം എന്നും എന്നോട് പറയുമായിരുന്നു, നിൻ്റെ സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്തത് പഠിച്ചവരാണെന്ന്. അതുകൂടാതെ അസ്ലമാണ് എൻ്റെ കമ്പനിയുടെ പേര് ജൂഡ്സൺ അസോസിയേറ്റ്സ് എന്നാക്കിയത്. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത് ആർക്കിടെക്ചറിലേക്ക് നീ എൻട്രി ആകണോ. അങ്ങനെ ആദ്യമായിട്ട് അസ്ലമിൻ്റെ വീട് എന്നെ കൊണ്ടുവരപ്പിച്ചത്. ആ ഒരു മഹാവ്യക്തിയോട് ജീവിതമെന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷത്തിലാവുന്ന മുമ്പിലിരിക്കുമ്പോഴും അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരാളെന്നോ ബിസിനസ്സുകാരനൊന്നോ അതിനേക്കാളും അപ്പുറം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. വളരെ അടുപ്പമായിരുന്നു ഞാനായിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടുപോയ ഇബ്രാഹിം ഹാജി, ഡോക്ടർ പി ഇബ്രാഹിം ഹാജി.
അദ്ദേഹത്തിൻ്റെ സ്കൂളുകളും ഇവിടുത്തെ ദുബായിലെ വീടും നാട്ടിലെ 50,000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടും എല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് 50,000 സ്ക്വയർ ഫീറ്റുള്ള വീട് വരയ്ക്കാനായിട്ട് പുള്ളി തീരുമാനിക്കുമ്പോൾ ഇത്രയും വലിയൊരു വീടാണ് ചെയ്യണമെന്നും ആ ലാൻഡിൻ്റെ പൊസിഷനും അങ്ങനെയായിരുന്നു, ഒരു സ്ലോപ്പിലുള്ള ലാൻഡായിരുന്നു, ഉയരത്തിലായിരുന്നു. അപ്പോൾ ഒരു ചെങ്കുത്തായുള്ള സ്ഥലത്ത് അങ്ങനത്തെ ഒരു വീട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരു കൈയടക്കമുള്ള ആർക്കിടെക്റ്റിന് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ 2 ദിവസം കൊണ്ടാണ് ആ പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. വളരെ ഈസി ആയിട്ട് എനിക്ക് 2 വർഷം കൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ തീർക്കുകയും ചെയ്തു. വളരെ മനോഹരമായിട്ട് തന്നെ അത് നിലനിൽക്കുന്നു. അദ്ദേഹമാണ് എനിക്ക് തിരിച്ചു വെച്ച് വരക്കാനുള്ള കഴിവും പുള്ളിയുടെ കണ്ണിലാണ് ആദ്യം തുറക്കുന്നത്, ഇതെങ്ങനെ നീ ചെയ്യുന്നെന്നുള്ളത്. സാറേ, ഈ ദുബൈയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ നമ്മളുടെ 2 സാറ് ജയിലിലേക്ക് പോകുന്നത്, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ഒരു വലിയ കമ്പനിയിലാണ് അവിടുന്ന് ഇത്രയും മഹാരഥന്മാരുടെ എല്ലാം വീട് വരച്ചു എന്നാണ്. നമ്മളൊരു ഇച്ചിരി മാറിപ്പോയി. എങ്കിലും സാറേ, എങ്ങനെയാണ് അവിടെ അത്രയും നല്ല പൊസിഷൻ കിട്ടിയിട്ട് പിന്നെയും വളരെ പെട്ടെന്ന് മാറി? ഇവിടെയും വളരെ എനിക്ക് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായി തോന്നുന്ന പോലെ നമ്മളൊരു ആലോചിച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ എനിക്ക് തോന്നണില്ല ഇത്ര നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കാനോ സാധിക്കുന്നു. അടുത്ത സബ്ജക്റ്റ് വരുന്നത് എൻ്റെ വിസയുടെ പ്രോബ്ലം തീർക്കാൻ എനിക്ക് നാട്ടിലേക്ക് എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം ആയി വരുന്നു, എനിക്ക് നാട്ടിൽ പോകണം. പിന്നെ ഭാര്യയുടെ സംഭവം, ഞാൻ അത്യാവശ്യം നല്ലൊന്നുമില്ല, പക്ഷേ എൻ്റെ പാസ്പോർട്ട് CID നിന്ന് എടുത്താൽ മാത്രമേ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഷെയ്ഖിൻ്റെ മുമ്പിൽ പോയി അവതരിപ്പിക്കുന്നു. ഷെയ്ഖ് പറയുന്നു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിനോട് ഷെയ്ഖ് എന്ന് പറഞ്ഞത് അത്രയ്ക്കും വലിയ പൊസിഷൻ. എൻ്റെ അറബി സാധാരണ ഒരു മിലിറ്ററി ഓഫീസറാണ്, സാധാരണ മിലിറ്ററിക്കാരനാണ്. അങ്ങനെ എന്നെ അറബിയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റിൻ്റെ ഒപ്പം എന്നെ വിടുന്നു. അറബിനോട് ചെന്ന് പറഞ്ഞപ്പോൾ അറബി പറഞ്ഞ് പാസ്പോർട്ട് ഓഫീസിൽ സംഭവം ഇരിപ്പുണ്ട്, CIDയിലുണ്ട്, നിൻ്റെ അതെടുത്ത് തരാം, അപ്പോൾ അതിൻ്റെ ഫൈൻ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ സ്ഥാപനത്തിന് ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മെതാത്തിൻ്റെ കമ്പനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് 5-8 മാസം സാലറി, എനിക്ക് ചെറിയൊരു സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതവിടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ പൈസ എടുത്തിട്ട് അത് അടക്കാമെന്നുള്ളത് എല്ലാം തീരുമാനമായി. എല്ലാം സന്തോഷത്തിരിക്കുമ്പോൾ 2-3 ദിവസത്തിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു. എന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന അബ്ദുള്ളക്ക് ഒരു സ്റ്റുഡിയോ തുടങ്ങണം, അത് ഖത്തർ TV സ്റ്റേഷൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനൊരു വെജിറ്റബിൾ കടയുണ്ടായിരുന്നു. പല ഷോപ്പിൻ്റെ ഇടയിൽ നടുക്കൊരു വെജിറ്റബിൾ ഷോപ്പുണ്ട്, അവർ ഒഴിഞ്ഞു പോയപ്പോൾ ആ ഷോപ്പ് ബാക്കിയുണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റുഡിയോ പണി അറിയാവുന്നതുകൊണ്ടും അബ്ദുള്ളക്ക് ഒരു ആശയം തോന്നി. പഴയ ഫിലിപ്പ് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് എന്നെ വിളിപ്പിച്ച്, ഫിലിപ്പിൻ്റെ ഒരു കാലത്തെ രക്ഷകനാണല്ലോ. അപ്പോൾ അത്രയും വർഷത്തിന് ശേഷം ഫിലിപ്പിനോട് വിളിച്ചിട്ട് പറഞ്ഞാൽ നിനക്കൊരു നല്ലൊരു ചാൻസാണ്, നീ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഷെയ്ഖിനോട് ചോദിച്ചിട്ട് നിനക്ക് വരാമെന്നുണ്ടെങ്കിൽ വന്നാലോ എന്ന്. അപ്പോൾ ഞാനത് അവിടെ അവതരിപ്പിച്ച് മെതാത്ത് സാറിനോട് തന്നെ ചെന്ന് സാറിനോട് ചോദിച്ചു ഇങ്ങനെ വരയ്ക്കാൻ, ഞാൻ നിനക്ക് എല്ലാ വർക്കും വരച്ച് തരാം, എനിക്കൊരു ഓപ്പണിങ് കിട്ടണേണ്. അപ്പോൾ എൻ്റെ വിസ പ്രശ്നം കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയും ആവും, എനിക്കൊരു സ്വന്തം സ്ഥാപനമാകണേണ്. അപ്പോൾ അറബിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞത് എല്ലാ ക്യാമറ ഉൾപ്പെടെ അയാൾ വാങ്ങിച്ചു തരും, പക്ഷേ അത് സ്റ്റുഡിയോ ആക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെതാണ്. അപ്പോൾ അത് ഫ്ലോറൊക്കെ പൊളിച്ച്, കാര്യം എൻ്റെ സുഹൃത്തുക്കൾ മുഴുവനും ഡെക്കോറിലുള്ളതല്ലേ, എല്ലാവരും വില്ലിനോടും സലീമിനോടൊക്കെ പറഞ്ഞപ്പോൾ നോ പ്രോബ്ലം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം എല്ലാവരും കൂടി പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു മാസത്തെ കഠിനാധ്വാനമായിരുന്നു. അത് പൊളിച്ച് ആ ഉള്ളിലുള്ള മുഴുവൻ ഫ്ലോറിങ്ങൊക്കെ മാറ്റി ഡാർക്ക് റൂം സെറ്റ് ചെയ്ത് എല്ലാം മെഷീനൊക്കെ അയാൾ മേടിച്ച് തന്നെയുണ്ട്. വളരെ സന്തോഷകരമായ ഒരു സ്റ്റുഡിയോ മുതലാളിയുടെ ജീവിതത്തിലേക്ക് PR ജോൺസൺ മാറുന്നതാണ്. അങ്ങനെ ഞാൻ അവിടെ അത് സ്വപ്നം കണ്ട് നിൽക്കുമ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യണതാണ്. ഒരു സുപ്രഭാതത്തിലാണ് ഈ യുദ്ധം പുറപ്പെട്ടതൊക്കെ. ഞാൻ അദ്ദേഹം അറബികൾ ഞങ്ങൾ എൻ്റെ ഈ അബ്ദുള്ള ആയാലും എൻ്റെ മുബാറക്കായാലും രണ്ടുപേരും സൗദി യുദ്ധഭൂമിയിലേക്ക് പോവുകയും എനിക്ക് വേറെ ആരും ഒന്നും പറയാനില്ലാത്ത സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് അവിടെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്റ്റുഡിയോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു ശ്രീലങ്കക്കാരൻ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. എന്നെ ഒരു മലയാളി വിളിച്ച് ഓഫീസിൽ വെച്ചാൽ പറഞ്ഞത് നിൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ആയത്. അപ്പോൾ മലയാളിയുടെ ഇടയിലൊക്കെ തന്നെ വലിയൊരു സംസാരം കഴിഞ്ഞാൽ ഒരു മുതലാളിയായി മാറണയാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് റൂമിൽ ചെന്ന് സംസാരിച്ചു. അവൻ അങ്ങോട്ട് ഇങ്ങോട്ടും പ്രശ്നമായി. ഞാൻ അവിടെ ഇരുന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ പോയിട്ടുണ്ട്, ടഡി അത് മെട്ടടിച്ചപ്പോൾ ഗ്ലാസ് പൊട്ടി. അവൻ എന്നെ നല്ല അടിയടിച്ച് മുറി കൊണ്ട് പൂട്ടിയിട്ട് എൻ്റെ ശരീരത്ത് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ചൂരിലുകൊണ്ട് തല്ലിയതല്ലാതെ എൻ്റെ മേത്ത് മുറിപ്പാട് പോലെ എന്നെ തല്ലി മുറിയിട്ടതിന് ശേഷം ആ ഓഫീസ് കംപ്ലീറ്റ് അടിച്ച് പൊളിച്ചിട്ട് അവനുണ്ട്. അത് ഈ പിലിപ്പില്ലാഞ്ഞുകൊണ്ട് ഒരു ഈജിപ്ഷ്യനും ഒരു സുഡാനിയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ പോലീസിൽ വിളിച്ച് ഓഫീസ് അടിച്ച് പൊളിച്ചെന്നും പറഞ്ഞ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. വിസയില്ല, പോരാത്തത് ഇത്തരം പ്രശ്നങ്ങൾ. ഇന്നത്തെ കാലത്ത് CCTV ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും മാർഗമില്ല. അങ്ങനെ ഞാൻ 6 മാസത്തെ ജയിൽവാസം, 6 മാസം ജയിലിൽ കിടന്ന് ഒക്കെ സങ്കടങ്ങളായിരുന്നു അതൊക്കെ. കാര്യം നമ്മൾ എവിടെയും ഈ ചില ഇത് മതിലിൽ പിടിച്ച് കയറി ഏറ്റവും അറ്റത്തെത്തുന്ന ഈ ഇതുപോലെ നമ്മൾ എത്തിയിട്ട് അപ്പുറത്തേക്ക് കിടക്കാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴാണ് താഴേക്ക് വീഴുന്നത്.
അതെൻ്റെ ജീവിതത്തിൽ നിത്യേന ഇങ്ങനെ ഉണ്ടാകും. എന്നാലും ചെറിയൊരു എവിടെയോ ഒരു വെളിച്ചം എൻ്റെ മുമ്പിലേക്ക് വരും. പിന്നെ അതിനെ തൂങ്ങിയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ കഴുത്തേക്ക് കിടന്ന് വെച്ച മാല നാട്ടിൽ വരാൻ വേണ്ടി മേടിച്ച് കിട്ട മാലയൊക്കെ എടുത്ത് വിറ്റ് ടിക്കറ്റ് എടുത്ത് ബോംബെയിൽ വന്നു. ബോംബെയിൽ നിന്ന് തൃശ്ശൂർ വന്നു. ബസ്സിനാണ് ഇതെല്ലാം. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് ചുള്ളിക്കയിൽ വന്നിറങ്ങുമ്പോൾ ഭാര്യ വീടിന് മുറ്റോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് ഞാൻ വന്നിറങ്ങുന്നത്. ഭാര്യയ്ക്കും അത്ഭുതം, ഒന്നും ഒരു അറിവുമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ വീട്ടുകാർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, എന്നെ കാണാനില്ല, ലെറ്ററില്ല, കാര്യങ്ങളില്ല എന്നൊക്കെ. പിന്നെയാണ് അവർ ജയിലിലാണെന്ന് അറിഞ്ഞതൊക്കെ. ഭാര്യ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഭാര്യയോട് കാര്യങ്ങളൊക്കെ സങ്കടത്തോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 1000 ചില്ലാനം രൂപ എൻ്റെ കയ്യിലുള്ളത്. വീട്ടിലാണെങ്കിൽ ഒരു കുന്നുകടം, ആധാരം ബാങ്കിൽ. മകൻ ഗൾഫിൽ പോയിട്ട് സ്വപ്നങ്ങളും കൊണ്ടുവരാൻ വേണ്ടി പോയേക്കണ മോനാണ്, ഭാര്യയുടെ സ്വർണ്ണവും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനു മുമ്പും എനിക്ക് ഈ സ്റ്റോറിയിലെല്ലാം ഞാൻ ആത്മഹത്യനെ പറ്റി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. മരണം ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ഇതിൽ ഏത് പോയിന്റിലാണ് അപ്പം നമ്മൾ അബ്ദുൽനെ കണ്ട് ദുബൈയിലേക്ക് എത്തപ്പെട്ടത്? അതിനൊക്കെ ശേഷമാണ്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ സ്റ്റോറി. ഈ തിരിച്ച് നാട്ടിൽ വന്ന് ഞാൻ ഒരു 3 മാസം തിരിച്ച് നാട്ടിലെത്തിയപ്പോഴും എൻ്റെ കയ്യിൽ വേറെ വരുമാനമില്ല. വീട്ടിൽ ഒരുപാട് കടങ്ങൾ. ആ വീട് വിൽക്കുകയാണ്. ആ വീട് വിറ്റ് ഞങ്ങളൊരു ചായ്പിലേക്ക് വാടകയ്ക്ക് 200 രൂപ വാടകയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അപ്പനും അമ്മയായിട്ട് താമസം മാറണേണ്. അപ്പോൾ എല്ലാവരും നിന്നുള്ള പുച്ചിക്കലെല്ലാം ഉണ്ട്. കാര്യം വീടും വിറ്റ് ഗൾഫിൽ പോകാൻ ഒരു അറ്റത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം നടത്തിയിട്ടുണ്ടായി ലോൺ എടുത്ത്. അപ്പോൾ അതും എൻ്റെ പ്രതീക്ഷയാണല്ലോ വീട്ടുകാർക്കും. പ്രതീക്ഷകളാർന്ന് അപ്പോഴും എൻ്റെ കുടുംബത്തിനുണ്ടായത്. ഞാനായി കരകയറും. ഞാൻ കരകയറിയതുമാണല്ലോ, വീണ്ടും താഴേക്ക് വീണതാണല്ലോ. ഞാൻ വാടക വീട്ടിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഗ്രീറ്റിംഗ്സ് കാർഡ് വരച്ച് വയ്ക്കുമ്പോൾ സി നജീബ് എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അദ്ദേഹത്തിന് വരച്ചു കൊടുത്തതുകൊണ്ട് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചിട്ട്, സുഹൃത്തിൻ്റെ ഫ്രണ്ടായിരുന്നു, ആ നമ്പർ എടുക്കുന്നു. ഞാൻ സി നജീബിനെ വിളിക്കുന്നു. സാർ എന്നോട് പറഞ്ഞ് നീ വാ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സി നജീബിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു. നജീബ് സാർ എന്നോട് പറയുന്നു വരക്കുന്നത് ഒന്ന് വരയ്ക്കാൻ പറഞ്ഞു. ടെസ്റ്റ് എന്ന് എൻ്റെ കാര്യം ഞാൻ കത്തറി കിടന്ന് ഇത് തെളിയിച്ചിട്ട് പോയേക്കണേ. ഇതൊക്കെ ഈ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ജോബ് എത്രമാത്രം കേരളത്തിൽ ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് വരച്ചാണ് ഭാവൻ സ്റ്റുഡിയോ. ഭാവൻസിൻ്റെ ഇത് പോയി കണ്ട് എറണാകുളത്ത് കവിത റൂമിലുള്ള ഭാവൻ സ്റ്റുഡിയോ ആ എലിവേഷൻ വരച്ചു, അതിൻ്റെ 3D വരച്ചു. സാറിന് അത് ഇഷ്ടപ്പെട്ടു, ക്ലയൻറ്റിനും ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഒരു 8 മാസം 9 മാസം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണേണ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ എനിക്കൊരു 800 രൂപ ആണ് ശമ്പളം. എനിക്ക് തോന്നി ഇത് മറ്റുള്ള ആർക്കിടെക്ട്സിൻ്റെ അടുത്ത് ഒന്ന് അന്വേഷിച്ചാലാണ്. അങ്ങനെ യെല്ലോ പേജ് എടുത്ത് KG സുമാന സൊസൈറ്റിയിലെ സുമാന സാറിനെ വിളിച്ചു. സാർ വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ടാറ്റ സിറാമിക് ഫാക്ടറി വരക്കണം, 3D വരക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറിൻ്റെ ഡ്രോയിങ് എല്ലാം മടക്കി കഷത്ത് വെച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് രാത്രി ഇരുന്ന് വരച്ച് പിറ്റേ ദിവസം 4 മണിക്ക് ഞാനത് കംപ്ലീറ്റ് ചെയ്ത് സാറിന് കൊണ്ടേ കൊടുത്തു. 4 മണിക്ക് സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സാറ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ സാറിന് ഒരു അവിശ്വാസം. പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ അവിശ്വസിക്കാവുന്ന കാര്യമാണെന്ന്. കാര്യം ഇത് എത്ര ടൈം എടുക്കേണ്ട ഒരു വർക്കാണെന്ന്. നമ്മൾ ഈ നിത്യാഭ്യാസിയാണല്ലോ, ഇത് കിടന്ന് അത് തന്നെ ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഷോർട്ട് കട്ടുകളും ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, ഐഡിയ ഉണ്ടല്ലോ. ആ ടെക്നിക്ക്, ആ 3D ടെക്നിക്ക് എനിക്ക് ശരിക്കും ഉള്ളതുകൊണ്ട് ഞാനത് കൃത്യമായി വാനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന് ഭയങ്കര സ്പീഡാണ്. അങ്ങനെ അത് വരച്ച് സാറ് 300 രൂപയ്ക്കൊന്ന് എഴുതുമെന്ന് ഞാൻ കണ്ട്. 3-2-0 വരെ എൻ്റെ കണ്ണിൽ കിട്ടിയുള്ളൂ. ഞാനിതുകൊണ്ട് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്നതിന് ശേഷം പയ്യെ ചെക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് വേറെ 2 ഡ്രോയിങ്ങും കൂടി സാറ് തന്നു. അപ്പോൾ എൻ്റെ വിചാരം 300 രൂപയാണെങ്കിൽ 10 എണ്ണം വരച്ച 3000. 800 രൂപയിൽ നിന്ന് ജൂഡ്സൺ ഗ്രേഡ് മാറിനാണ്. ഞാൻ മെല്ലെ എടുത്ത് നോക്കിയപ്പോൾ 3000. ഉടനെ അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ജ്യൂസും കഴിച്ച് ഓട്ടോറിക്ഷയും വിളിച്ച് തനി മലയാളിയായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് അഭിമാനത്തോടെ കണ്ട വെളിച്ചത്തിൽ മാറുന്നേ. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ ആർക്കിടെക്ട്സിൻ്റെയും യെല്ലോ പേജ് ഡയറക്ടറി എടുത്ത് വെച്ചിട്ട് വിളി തന്നെയാണ്. കേരളത്തിൽ ട്രിവാൻഡ്രം തൊട്ട് കോഴിക്കോട് വരെയുള്ള എല്ലാ ലീഡിങ് ആർക്കിടെക്ട്സിന് വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് ഫ്രീലാൻസ് ആർട്ടിസ്റ്റായിട്ട്. സാറേ, ഒരു സെയിൽസിൻ്റെ ട്രെയിനർ എന്ന നിലയ്ക്ക് ഈ പ്രോസ്പെക്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സാറ് പറഞ്ഞത് ഇതിൽ ഏത് ലൈഫിൽ എന്തൊക്കെ ഇല്ലാത്തത് ഓൾ ഇൻ വൺ. ഇപ്പം എന്തായിട്ട് യെല്ലോ പേജസ് എടുത്തു, അത് എല്ലാവരെയും വിളിച്ചു, അവരെ പറഞ്ഞു. ഈ പ്രതീക്ഷയോടെ ചെയ്യുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഈ പറയുന്നതെല്ലാം തനിയെ വരും. സത്യം സാറേ, ഇതൊക്കെ നമ്മളിന്ന് ഒരു കമ്പനി പല ആൾക്കാർക്കും എങ്ങനെയാണ് പ്രോസ്പെക്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു ട്രെയിനിങ്ങിൽ എന്ത്
ഡിഫറെൻ്റ് ആണെന്നറിയോ ഇത് കൊടുക്കുന്നത്. കാരണം ഇത് എക്സ്പീരിയൻസ് ആണ് താങ്കൾ പറഞ്ഞത്. സാറേ ഇവിടെ നിന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ദുബൈയിൽ പല ഐക്കോണിക് ബിൽഡിംഗ് ഉണ്ട് സാറ് വരച്ചിരിക്കുന്നത്. ഏതെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെടാനായിട്ട് പറ്റുമോ? അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നമ്മളന്ന് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാനും അവരും തമ്മിലുള്ളൊരു ധാരണയാണത്. കാര്യം അതൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എനിക്ക് ഫ്രീലാൻസ് ആയതുകൊണ്ട് അതിൻ്റെ എമൗണ്ട് അവരൊന്നും മേടിച്ചു. ഒരു എത്തിക്സ് ഉണ്ട് ബിസിനസ്സിൻ്റെ. നമ്മൾ അന്ന് ആ കാലത്ത് അതിന് കേരളത്തിലൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അത് ക്ലിയർ ആക്കാം. ഇപ്പോൾ സാർ വാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞല്ലോ, അത് പെട്ടെന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഞാൻ എന്നോ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ഞാൻ നടന്നു വന്ന വഴികളിൽ ഇത് കണ്ടിട്ടുണ്ട്. അതായത് സാറ് വരച്ചാണ് എന്ന് പറഞ്ഞ പോലെ ദുബൈയിലെ മഹാസൗധങ്ങളിൽ അത് നാട്ടിൽ അത് വരച്ചത് ഞാനൊരു എംപ്ലോയി ആയിട്ടിരിക്കുമ്പോഴാണ്. നജീബ് സാറിന് വേണ്ടിയാണ് അത് വരക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ എംപ്ലോയിയാണ്, അദ്ദേഹത്തിൻ്റെ ഡിസൈനാണ് അത്. ഇത് ഞാനിവിടെ ദുബായിൽ ചെയ്തേക്കുന്നത് കൂടുതലും ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അവർ തന്നത്. പക്ഷേ ദുബായിൽ ഇപ്പോൾ ബിസിനസ്സുകാരനായ ഇപ്പോൾ ഈ പേസ് ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിൽ അതിനും കൂടിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിത് തന്നിരുന്നത്. പിന്നെ അവരുടെ എല്ലാ സ്കൂളുകളിലെയും ആർക്കിടെക്ചറിൽ എലിവേഷൻസും ഇൻറ്റീരിയർ മുഴുവൻ ചെയ്ത ഞാനാണ്. പിന്നെ അതുകൂടാതെ ഷംസുസമ്മാൻ, ബദ്രുദ്ദീൻ, അങ്ങനെ പോകുന്നു. അതിൻ്റേതായിട്ടുള്ള നീണ്ടുന്നേരം അതൊക്കെ ഞാൻ എൻ്റെ ഓൺ ഇതിൽ ചെയ്തേക്കുന്ന വർക്കുകളാണ്. ഒരുപാട് ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. പറയത്തക്ക വലിയ മേജറായിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ നല്ല അറബ്സുകളുടെ തന്നെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്.